അടങ്ങിയിരിക്കില്ല. പിണറായി സർക്കാരിൻ്റെ എല്ലാ ജനവിരുദ്ധ നയങ്ങളും തീർച്ചയായിട്ടും ജനങ്ങളെ തുറന്നു കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെയാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ രാത്രി സ്വീകരിച്ചത്. ജയിൽ മോചിതനായ രാഹുൽ വാക്കിന് മൂർച്ച കുറയ്ക്കാതെ തന്നെ വീണ്ടും സജീവമായി രംഗത്ത് വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും കൊടുക്കാനുള്ള ശ്രമങ്ങളെയുമൊക്കെ രാഹുൽ പുച്ഛിച്ച് തള്ളി. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിജയനും പി ശശിയും നേരിട്ട് അന്വേഷിക്കട്ടെ എന്നാണ് രാഹുൽ പറയുന്നത്. പിണറായിക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി അദ്ദേഹം ചെയ്തോട്ടെ, ഏതന്വേഷണവും നടക്കട്ടെ എന്നും എന്തും നേരിടാൻ തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. സാന്ദ്ര ബോസ് എന്ന SFIക്കാരിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുവെങ്കിൽ ചോദിക്കാൻ ആ സ്ഥാപനത്തിന് ആർജവുമുണ്ടാകില്ല. തനിക്ക് നോട്ടീസ് തന്നാൽ ഹാജരാകുമായിരുന്നല്ലോ. PK ബിജുവിനെ അറസ്റ്റ് ചെയ്തത് സമരസ്ഥലത്ത് നിന്നാണ്, തന്നെ അറസ്റ്റ് ചെയ്തത് തൻ്റെ വീട്ടിൽ നിന്നാണ്. ഏത് സംസ്ഥാന അധ്യക്ഷനെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? തന്നെ പ്രതിയാക്കിയ ശേഷം 10 പ്രാവശ്യം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഇനിയും ജയിലിൽ പോകാൻ തന്നെയാണ് തീരുമാനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. സമരത്തിനിടെ ജയിൽ സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതിയായിരുന്നു പ്രശ്നമെന്നും രാഹുൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൊടും കുറ്റവാളിയെ പോലെയാണ് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു പ്രശ്നമെന്ന് പറഞ്ഞ അദ്ദേഹം തിരിച്ചു കിട്ടുന്നത് പിണറായിയും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ടു പോകും എന്നും വ്യക്തമാക്കി. നോട്ടീസ് പോലും തരാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തത്. എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടികൾ. മെഡിക്കൽ രേഖ വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു. രേഖ വ്യാജമെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം, അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാപ്പ് പറയുമോ? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്കിടെ RMOയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കോടതി വിശദമായ പരിശോധന നിർദ്ദേശിച്ചിട്ടും തൻ്റെ BP മാത്രമാണ് നോക്കിയത്. രക്തസമ്മർദ്ദം 160 ഉണ്ടായിട്ടും മെഡിക്കൽ റിപ്പോർട്ടിൽ ഫിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 10 വർഷം ജയിലിൽ കിടന്നാലും സംസ്ഥാന സർക്കാരിനെതിരായ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കറുത്ത തുണി കൊണ്ട് ജനാധിപത്യ സമരം നടത്തിയവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. അതിൻ്റെ പേരിൽ പോലീസ് കള്ളക്കേസെടുത്തു. താനടക്കം ജയിലിൽ പോകേണ്ട സാഹചര്യമുണ്ടായി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 9 ദിവസമല്ല 10 വർഷം ശിക്ഷ ലഭിച്ചാലും പിറകോട്ടില്ല. ജനങ്ങളെ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനും UDFനും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു. പോലീസിലെ ഗുണ്ടാ പടയാളികൾക്ക് മുഖ്യമന്ത്രി ഗുഡ് സർവീസ് എൻട്രി നൽകുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റ് മാർച്ച്, DGP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ 4 കേസുകളിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസുകളിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസവുമായി ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് രാഹുൽ ജയിൽ മോചിതനാവുകയായിരുന്നു. ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് വൻ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസ് ഒരുക്കിയത്. തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തെ ആനയിച്ചു. സംഘടനാ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ്, ഷാഫി പറമ്പിൽ MLA, PC വിശ്വനാഥ് MLA തുടങ്ങിയവർ രാഹുലിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അവശേഷിച്ച കേസിലും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു.